ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് ചിന്നിച്ചെതറി ഒരു 60 കഷ്ണമായി. ആ ബോണും കാൽപാദവും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പാഷനിലൊരു അഡിക്ഷൻ തന്നെയാണ് എനിക്ക് റിക്കവറീൻ്റെ ഒരു കാരണം. ജയിച്ച ആൾക്ക് മാത്രമേ തോക്കാൻ പേടിയുണ്ടാവൂ. പക്ഷേ ഞാൻ തോറ്റ് കിടന്ന ഒരാളാണ്. ഞാൻ ഒന്നും അല്ലാതെ ഈ ലോകത്തിരുന്ന ഒരാളാണ്. നമസ്കാരം, എൻ്റെ പേര് സ്വരൂപ് ജനാർദ്ദനൻ. വയനാട് കൽപ്പറ്റ പുളിയാർമലയിലാണ് താമസം. ഞാനൊരു MBA ഗ്രാജുവേറ്റാണ്. ഇപ്പോൾ മാർക്കറ്റിംഗാണ് സ്പെഷ്യലൈസ് ചെയ്തത്. MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. അത് കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ജോലി എന്ന രീതിയിൽ ഞാനൊരു കുടുംബശ്രീയിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുടുംബശ്രീ ബസാറിൽ എനിക്കൊരു പോസ്റ്റിംഗ് കിട്ടിയതാണ്. 1 വർഷം മുമ്പാണ്, കഴിഞ്ഞ ഫെബ്രുവരിയാണ് ഞാൻ ജോയിൻ ചെയ്തത് ബസാർ മാനേജറായിട്ട്. അത് കഴിഞ്ഞ് 2020 ഫെബ്രുവരിയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. അതായത് 8 ഫെബ്രുവരി ഞാൻ കുടുംബശ്രീയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി ഒരു കാറ് വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. എൻ്റെ പിടിപ്പുകേട് കൊണ്ട് നമുക്കിങ്ങനെ പറ്റുകയാണെങ്കിൽ എനിക്ക് സഹിക്കാവുന്ന ഒരു കേസാണ്. പക്ഷേ മറ്റുള്ളവരുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പോർഷൻ, അതായത് ഒരു ഡാൻസറാണ്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ചെറിയ മോഡലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബോഡി ബിൽഡിങ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ പാഷൻസ് എന്ന് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു മോഡൽ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കാലം എത്രയും വേണ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ്, അതായത് നമ്മളൊരു പീക്ക് സ്റ്റേജ്, നല്ലൊരു സ്റ്റേജ് ജീവിതത്തിൻ്റെ, അതായത് ഒരു 30ാമത്തെ വയസ്സാണ് എനിക്ക്. അപ്പോൾ എല്ലാ കാര്യം കൊണ്ടും എനിക്കൊരു വലിയൊരു നഷ്ടം അത് തന്നെ പറയാം. വണ്ടി വന്ന് ഇടിച്ചത് എൻ്റെ കാല് ടാങ്കിൻ്റെ സൈഡായിപ്പോയി. ആ ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പെട്രോൾ ലീക്ക് ചെയ്ത് സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് കയറിയിട്ടാണ് വണ്ടി മൊത്തം കത്തി നശിച്ചത്. ഈ ഒരു കാര്യത്തിൻ്റെ ഒരു റിക്കവറി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫെബ്രുവരിയാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ടോട്ടലി നമ്മളെന്താ പറയുക, ഡിസ്ചാർജാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ആഗ്രഹങ്ങൾ, നമ്മളെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ, അതും ഒരാളെ നെഗ്ലിജൻസ് കൊണ്ട് പറ്റുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങൾ. ഒരിക്കലും എനിക്കിത് പ്രതീക്ഷിച്ച ഒന്നല്ല. ഒരു കാലം എന്ന് പറഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഈ പാഷൻസിൻ്റെ പുറകെ എപ്പോഴും നടന്ന ഒരാളാണ്. എന്നാലേ സിനിമ ഓറിയൻറ്റഡ് ആയിരുന്നു ഞാൻ എപ്പോഴും സിനിമയെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു സിനിമാ മോഹിയാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് അല്ലെങ്കിൽ എന്ത് കാര്യവും അതിനെ റിലേറ്റ് ചെയ്തിട്ടേ ഞാൻ കൊണ്ടുനടന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരു റിക്കവറി എന്നൊക്കെ പറയായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു 2-3 മാസം 4 മാസമായിട്ടുണ്ടാവും ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 3ാമത്തെ മാസമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എപ്പോഴും എനിക്കൊരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പാഷൻസ്. അല്ലാതെ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പാഷനിലൊരു അഡിക്ഷൻ തന്നെയാണ് എനിക്ക് റിക്കവറീൻ്റെ ഒരു കാരണം. അല്ലാതെ എനിക്ക് എന്താ പറയുക, സെൽഫ് മോട്ടിവേഷൻ തന്നെ. അതായത് നമ്മൾ വെറുതെ ഒന്നും ഇരുന്നാലൊന്നും ആരും ഒന്നും കൊണ്ടുവരില്ല. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാനിപ്പോൾ ഭയങ്കര മദ്യപിച്ച് എൻ്റെ ജീവിതം തീർന്നു, ഞാനങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. അതായത് ഇത് ആംപ്യൂട്ടേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു സീനൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഒരു ആത്മഹത്യ എന്ന രീതിയിലൊക്കെ ചിന്തിച്ച ആൾ തന്നെ ഞാനും. കാലത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. കാലില്ലാതെ നാളെ ഞാനില്ല സാറേ എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് മേഴ്സി കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ മരുന്ന് മാറ്റിക്കയറ്റി എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ അത്രയും എന്താ പറയുക, എൻ്റെ ഏജും എല്ലാം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ ആർട്ടിഫിഷ്യൽ ലെഗ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും ഈ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിട്ട് ഞാനിത് കാണുന്നില്ല കേട്ടോ. അതായത് നമുക്ക് ശരിക്കും ഒരു ഉളുക്കിയാലുള്ള വേദന അറിയാൻ പറ്റും, ഒടിഞ്ഞാലുള്ള വേദന അറിയാൻ പറ്റും. പക്ഷേ ആംപ്യൂട്ടേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇത്തിരി കടുപ്പം തന്നെയാണ്. ഒരു ശരീരത്തിൻ്റെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഭാഗം മുറിച്ച് കളയുമ്പോൾ നമ്മൾ ഇനിയുള്ള ജീവിതം നമുക്ക് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു കല്യാണം നോക്കിക്കൊണ്ടിരുന്ന ഒരു ഏജാണ്. എൻ്റെ വീട്ടുകാരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു. അത് 100% അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണ്. ആക്സിഡൻറ്റ് പറ്റി എന്നെ കമ്പളക്കാട് നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ലിയോ ഹോസ്പിറ്റൽ കൽപ്പറ്റയിലേക്കാണ്. അവിടെ നിന്ന് അവർക്ക് ഒന്നാമത് വയനാടിൻ്റെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് ചിന്നിച്ചെതറി ഒരു 60 കഷ്ണമായി. ആ ബോണും കാൽപാദവും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത്രയും വേദന ഞാനൊരു 1.25 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് സഹിച്ച് പിടിച്ച് എന്നെ ഒരു ഡ്രൈവർ അത്രയും വേഗത്തിൽ കമ്പളക്കാട് എന്നുള്ളൊരു നല്ല നാട്ടുകാരുടെ മനസ്സുകൊണ്ട് എന്നെ കൂട്ടിയവരെടുത്ത് ലിയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്ന് നല്ലൊരു ഡ്രൈവറുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ 1.25 മണിക്കൂർ കൊണ്ട് ഞാനിവിടെ എത്തുന്നത്, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ഒരു 12 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് പിന്നെ ഇൻഫെക്ഷൻസ് കാര്യമായിട്ട് കയറാൻ തുടങ്ങിയത്.
ആ ഇൻഫെക്ഷൻസ് കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ വെയിൻസൊക്കെ അങ്ങ് കട്ടായിപ്പോയി, ബോണൊക്കെ ഉടഞ്ഞ് ആകെ നാശമായിപ്പോയി. നമുക്കത് റീജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെയാണ് അവിടെ നിന്ന് എന്നെ ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് സ്പോട്ടിൽ അവർ പറയുന്നതായിരുന്നു കേട്ടോ, അതായത് കാല് കട്ട് ചെയ്ത് മാറ്റണം, അല്ലാതെ വേറെ അതിൽ ഓപ്ഷൻ ഇല്ല. അതായത് ബോണിലെ ഒരു ചെറിയ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് കയറി ബാക്ക് ബോണിലൂടെ കയറി സ്കള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനമാകും. അതായത് മരണം തന്നെയാണ് അതിൻ്റെ ഒരു അവസാനം. അല്ലാതെ അവരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ വടി പോലെ വയ്ക്കാം, പക്ഷേ അത് ഒരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നമുക്ക് കാലുണ്ടായിട്ട് കാര്യമല്ല. എൻ്റെ അച്ഛനപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, കാലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മരണത്തിന് തുല്യമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അപ്പോഴും പറഞ്ഞു, അതായത് എന്നെ ഇടിച്ച് കൊന്നാൽ ഞാൻ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ പകുതിക്കിട്ടിട്ട് ദൈവം പോകുമ്പോൾ നമ്മളെന്തായാലും ചിന്തിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഇനി എന്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്. പെയിനൊക്കെ മാറിയിട്ടാണ് ഞാനൊരു ട്രയൽ ഷൂട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ അനിയന്മാർ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരു ഫോട്ടോഷൂട്ട്, ഞാൻ തന്നെ മുതിർന്നതാണ്, നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഫോട്ടോ എടുത്ത് കുറേ പേര് എന്നെ വിളിച്ച്, ഫോട്ടോഷൂട്ട് നന്നായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്തല്ലോ, നന്നായി. അപ്പോഴാണ് കുറേ പേർക്ക് ധൈര്യം വന്നത് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് വന്നു, പിന്നെയാണ് ഒരു ട്രയൽ ഡാൻസ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡാൻസ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു. അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടമായി. മാക്സിമം എൻ്റെ രീതിയിൽ നിന്ന് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ പെർഫെക്ഷനൊന്നും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഈ കാലുകൊണ്ട് എൻ്റെ ഒരു ശ്രമമായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ചെയ്ത ഒരു ഡാൻസ് ആയിരുന്നു ആദ്യം. കുഴപ്പമില്ല, ഒന്നൂറ് ചേച്ചി. ഇപ്പോഴത്തെ പരിപാടികളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മോഡൽ ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്, കൂട്ടുകാരെല്ലാവരും വന്നിട്ട്. പിന്നെ ഡാൻസും ചെയ്യാറുണ്ട്. ഡാൻസ് നമ്മൾ യൂട്യൂബിൽ സ്വരൂപ് ജനാർദ്ദൻ എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും കൂടുക, അതാണ് കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എല്ലാത്തിനും നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഇനിയും ചെയ്യണം. പിന്നെ കൂടെയുള്ള ഹെൽപ്പിങ് കാര്യങ്ങളൊക്കെ പിടിക്കാനും, ഇനിയിപ്പോൾ എനിക്ക് സിംഗിൾ ലെഗിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പണിയാണ്. എന്നാലും അവരെല്ലാത്തിനും പിടിക്കാനും എല്ലാത്തിനും കൂടിയിട്ട് അവരൊരു സപ്പോർട്ടും കൊണ്ടും എല്ലാം കൊണ്ടും തന്നെയാണ്. അതായത് ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആൾ. അതായത് എല്ലാവരും ഉണ്ട്, അവരൊന്നും ഇല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാല് ബാലൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് കൊറിയോഗ്രാഫർ ഉണ്ട്, അപ്പോൾ ആ കൊറിയോഗ്രാഫർ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ്. അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന കുറച്ച് ഡാൻസുകളാണത്. എൻ്റെ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ MBA എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. 11-13 ബാച്ചാണ് ഞങ്ങൾ. ഡിസ്റ്റ് അങ്കമാലിയാണ് പഠിച്ചത്. അവർ അന്യായ സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യണം, അതായത് അവരെന്ത് കാര്യത്തിനും, ഇനിയിപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ കൂട്ടുകാർ. MBA പുറത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ അളിയൻ ചേട്ടനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, വീടിനടുത്ത് തന്നെ കൂട്ടുകാരന്മാരുണ്ട്, അവർ വരും. അങ്ങനെ ബൈക്കിലും അല്ലെങ്കിൽ കാറിലോ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അമ്മയും ചേച്ചിയും പിന്നെ ചേട്ടനും പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും എപ്പോഴും സ്പൂൺ ഫീഡിങ് ആണ് ഇപ്പോഴും. അതായത് എന്ത് കാര്യത്തിനും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയപ്പോഴും അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ചെറിയ കുട്ടീനെ പോലെ കണക്കാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ എന്നിലേക്ക് എത്തിച്ച ആൾക്കാരാണ്. അളിയനൊക്കെ എൻ്റെ ഒരു 3 മാസത്തേക്ക് അളിയൻ ലീവ് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു മകനെ പോലെ എന്നെ കെയർ ചെയ്ത ആൾക്കാരാണ്. ബാത്റൂമിൽ നിന്നൊക്കെ കുറേ നേരം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധികൾ എനിക്കപ്പോൾ മനസ്സിലായി. പിന്നെ ടൗണിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഒരു നോട്ടപ്പുള്ളീനെ പോലെ നോക്കും. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കാലുള്ള ആൾ നടന്നു പോകുമ്പോൾ നമ്മളെന്തോ ഒരു അന്യഗ്രഹ ജീവിനെ പോലെയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമാണ്. അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ശരിക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഒരു വിജയിച്ച ആൾക്ക് മാത്രമേ തോക്കാൻ പേടിയുണ്ടാവും. പക്ഷേ ഞാൻ തോറ്റ് കിടന്ന ഒരാളാണ്, ഞാൻ ഒന്നും അല്ലാതെ ഈ ലോകത്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്തും ട്രൈ ചെയ്യാനുള്ളൊരു ധൈര്യം ദൈവം തന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ദൈവശക്തി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതായത് അങ്ങനെ ദൈവം ആ രീതിയിലേക്ക് എന്നെ ബ്ലെസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനന്ന് ഈ രീതിയിലേക്ക് ആയത്.
പിന്നെ ആദ്യത്തെ ഔട്ടിങ് ഞാനും എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു പ്രശോഭ്. അപ്പോൾ അവനായിട്ടായിരുന്നു ഞാൻ. അവൻ എൻ്റെ എല്ലാ കാര്യത്തിനും പിന്നെ ഹോസ്പിറ്റലുണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലെപ്പോഴും വന്ന് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ഒരാളായിരുന്നു പ്രശോഭ്. അവൻ്റെ കൂടെയായിരുന്നു അവനും അനിയനും, ഞാൻ പറഞ്ഞ ആദർശ അനിയനും കൂടിയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഔട്ടിങ്ങും. നമ്മൾ കുറേ ദിവസം ഉറങ്ങിക്കിടന്ന് എണീറ്റ് വരുമ്പോൾ കുറേ ബിൽഡിങ്ങുകളും കുറേ കാര്യങ്ങളും നമ്മൾ കാണില്ലേ, ആ ഒരു ഫീലായിരുന്നു. അതായത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീല്. ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന കൽപ്പറ്റയല്ല ഞാൻ തിരിച്ചു വരുമ്പോൾ. കുറേയൊക്കെ എനിക്ക് പുറകോട്ട് ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ മനസ്സാണെല്ലാം, ആ ഒരു മനസ്സില്ലെങ്കിൽ നമ്മളില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. എല്ലായ്പ്പോഴും എന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ധൈര്യം തന്നതെന്ന് പറഞ്ഞാൽ ചേട്ടന്മാരാണെങ്കിലും പിന്നെ എൻ്റെ അളിയനുണ്ട് ഷൈജൻ, പുള്ളിയാണെങ്കിലും ചെയ്യണം എന്നാണ് പറയുക. അല്ലാതെ മടിച്ച് നിൽക്കണ്ട, എല്ലാ കാര്യത്തിലേക്കും ചെയ്യാനൊരു ഇൻസ്പിറേഷൻ. പിന്നെ ഞാൻ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീട്ടിലെല്ലാവരും നിൽക്കുന്നത്. എനിക്ക് വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ സ്വന്തമായിട്ടൊരു പെങ്ങളുള്ളത്. അച്ഛൻ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനാണ്. പെങ്ങൾ കമ്പളക്കാട് എന്നുള്ള സ്ഥലത്തിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. അവർക്ക് 2 മക്കളുണ്ട്. ചേട്ടൻ്റെ പേര് ഷൈജൻ എന്നാണ്. പുള്ളി സ്റ്റാർ ഹെൽത്തിലെ സെയിൽസ് മാനേജറാണ്. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപകടമോ എന്ത് ദുരന്തങ്ങളും എന്തും സംഭവിച്ചോട്ടെ, പക്ഷേ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും പാഷൻ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ആൾക്കാർക്ക് ഉണ്ടാവണം. അതിലേക്കാവണം നമ്മൾ അഡിക്ഷൻ. ഇങ്ങനത്തെ നല്ല നല്ല പാഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് റിക്കവർ ആവാൻ പെട്ടെന്ന് പറ്റും. ഹെൽമെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് പോലീസുകാരെപ്പോഴും നിൽക്കുമ്പോൾ പറയും ഇവർക്ക് എന്തിൻ്റെ കേടാ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ നല്ല ക്വാളിറ്റിയിലൊരു ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പോലീസിനെ പേടിച്ച് ഈ വളവുന്ന ഹെൽമെറ്റ് ഇട്ട് പോണൊരു സിറ്റുവേഷൻ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഞാനില്ല ഇന്ന്. തലയിടിച്ചിട്ട് ആ മെയിൻ ഗ്ലാസ് വരെ പൊട്ടിയിട്ടുണ്ട്. ആ ഒരു കാറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് എൻ്റെ തലയായിരുന്നു അവരെ ഗ്ലാസ്സിലിടിച്ച് പൊട്ടിയത്. ആ ഒരു ഹാങ് ഓവർ എനിക്കിപ്പോഴും തലയ്ക്കുണ്ട്. 1 2 3 4. ഈ സൈഡല്ലേ? 1 2 3 4 2 2 3 4. എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും എപ്പോഴും അന്നും ഇന്നും എന്നും ചിന്തിച്ചിരുന്നത് സിനിമ എന്ന ലോകമാണ്. അതായത് എനിക്ക് എന്താ പറയുക, എന്നിൽ കഴിവുണ്ടെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുന്ന സമയം എനിക്കൊരവസരം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എനിക്കൊന്നും നോക്കാനില്ലാത്ത ഒരാളാണ്. അതായത് ഇപ്പോൾ ഞാൻ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഭാവി എനിക്ക് അങ്ങനെ ദൈവം കനിഞ്ഞു തരികയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നിലവിലിപ്പോൾ ചികിത്സ മെഡിസിൻസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അതിൻ്റെ എല്ലാം ഇത് കഴിഞ്ഞു. ഇപ്പോൾ മുറിവൊക്കെ പൂർണ്ണമായിട്ട് ഉണങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മസിൽസ് കയറുന്ന ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ചൊഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് ചെയ്യുക. പിന്നെ ഇനിയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ആർട്ടിഫിഷ്യൽ ലെഗ് ഫിക്സിങ് ചെയ്യാണ്. അതിലിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു കോസ്റ്റുള്ളൊരു സാധനം നോക്കി എന്നല്ല, എന്താ പറയുക, എനിക്ക് എല്ലാത്തിനും പറ്റുന്ന, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനൊരു 22 to 24 ഏകദേശം ആ ഒരു കോസ്റ്റ് ആവും. ഓട്ടോബോക്ക് എന്നുള്ളൊരു ബ്രാൻഡാണ് നോക്കിയിരിക്കുന്നത്. അതായത് വേൾഡിലെ നല്ലൊരു ബ്രാൻഡാണത്. പിന്നെ നമുക്കൊരു ഇഷ്യൂ വരില്ല. അതായത് എനിക്കിനിപ്പോൾ 30-40 വർഷം ഇനി അങ്ങോട്ട് ജീവിക്കേണ്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ബോഡി പാർട്ട് പോലെ കൂടെ നിൽക്കേണ്ട ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സാധനം സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പാഷനാണ് എന്നെ റിക്കവർ ചെയ്യിപ്പിച്ചത്. എൻ്റെ ഈ ഡാൻസും ഇന്ന കാര്യങ്ങളും, എനിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കാലത്തും എനിക്ക് വിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് സ്ഥിതിയിലാണെങ്കിലും ആ ഒരു പാഷനിലുള്ളൊരു അഡിക്ഷൻ തന്നെയാണ് എന്നെ റിക്കവർ ചെയ്യാൻ, എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പ്രേരിപ്പിച്ചൊരു സാധനം.